ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സർവശക്തനായ അല്ലാഹുവിനെ ആരാധ്യനായി അംഗീകരിക്കുകയും അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ജീവിതത്തിന്റെ മാർഗദർശിയായി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസികൾ സമുന്നതമായ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉടമകളായി മാറേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. നമ്മുടെ വിശ്വാസം സംശുദ്ധമാകേണ്ടതുപോലെ നമ്മുടെ ആരാധനകൾ നേരെയാകേണ്ടതുപോലെ നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾ ശരിയാം വിധമുള്ളതായി തീരേണ്ടതുപോലെ നമ്മുടെ സ്വഭാവവും നേരെയാകണം, സംശുദ്ധമാകണം, കലർപ്പുകളിൽ നിന്ന് മുക്തമാകണം എന്നാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന് നാം സമർപ്പിക്കുന്ന നിർബന്ധവും ഐച്ഛികവുമായ ആരാധനകളിലൂടെ, അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൽഫലസിദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ സംസ്കരണമാണ്. സ്വഭാവ സംസ്കരണത്തിന് ഉപയുക്തമല്ലാത്ത ആരാധനകൾ, അനുഷ്ഠാന കർമ്മങ്ങൾ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടധികം അധ്യാപനങ്ങളിലൂടെ ഈ കാര്യം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. സൽസ്വഭാവം കൊണ്ട് സമൂഹത്തിൽ ഒരു സത്യവിശ്വാസി ജ്വലിച്ചു നിൽക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ ഒട്ടധികമാണ്. ഭൗതികമായ ജീവിതത്തിൽ അവന് സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും സമൂഹത്തിൽ സ്വാധീനവും ഉണ്ടാകുന്നതോടൊപ്പം അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ വിലയിരുത്തുമ്പോൾ അതിലേറ്റവും കൂടുതൽ കനം തൂകുന്നത് സൽസ്വഭാവത്തിനാണ്
എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. മാമിൻ ശൈഇൻ അത്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഖുലുഖിൻ ഹസൻ. സൽസ്വഭാവത്തെക്കാൾ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ അന്ത്യനാളിൽ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. അഥവാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനകളിലൂടെ, അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ തന്നെയും അനിവാര്യമായും നമ്മിൽ ബാക്കി നിൽക്കേണ്ട ഭൗതികമായ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഉത്തമമായ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ വിമലീകരണമാണ്. നമ്മെ കാണുന്ന, നമ്മെ കേൾക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് സൽസ്വഭാവം നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യ ജീവിതത്തിൽ വ്യത്യസ്തമായ വ്യക്തികളുമായി ഇടപഴകി മുന്നോട്ട് നീങ്ങുമ്പോൾ മൃദുലമായ, സൗമ്യമായ സ്വഭാവത്തിന്റെ ഉടമകളായി തീരുക എന്നുള്ളത്. അത് കുടുംബ ജീവിതത്തിലായിരുന്നാലും സാമൂഹ്യ ജീവിതത്തിന്റെ മേഖലയിലായിരുന്നാലും ഒക്കെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നാം ആരുമായി ബന്ധപ്പെടുന്നുണ്ടോ ആ ബന്ധപ്പെടുന്ന മുഴുവൻ വ്യക്തികളോടും മൃദുലമായി, ലോലമായി സംവദിക്കുവാനും സമരസപ്പെടാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ ഫിൽ അംരി കുല്ലി വയുഅതി അല റിഫ്ഖ് മാ ലാ യുഅതി അല ഉൻഫ് വമാ ലാ യുഅതി അല മാ സിവാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മൃദുലനാണ്. അവൻ സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും മൃദുലതക്ക്, കാർക്കശ്യത്തിന് നൽകാത്ത ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. മറ്റൊന്നിനും നൽകാത്ത ഒരു സ്വാധീനവും സ്വീകാര്യതയും അല്ലാഹു സുബ്ഹാനഹു വ തആല മൃദുലമായ, സൗമ്യമായ പെരുമാറ്റത്തിൽ നിന്ന് നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പിതാവ് എന്ന നിലക്ക് മക്കളോട് സംസാരിക്കുമ്പോൾ, ഒരു അധ്യാപകൻ എന്ന നിലക്ക് വിദ്യാർത്ഥികളുമായി ഇടപഴകുമ്പോൾ, ഒരു നേതാവ് എന്ന നിലക്ക് തന്റെ കീഴിലുള്ള ആളുകളുമായി സഹവർത്തിക്കുമ്പോഴൊക്കെ കാർക്കശ്യ സ്വഭാവമില്ലാതെ മൃദുലമായി പെരുമാറുകയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന സ്വാധീനം എന്ന് പറയുന്നത്, നേട്ടം എന്ന് പറയുന്നത് അതുല്യമാണ്. എന്നാൽ അതിന് നേർവിരുദ്ധമായി, വിപരീതമായ കാർക്കശ്യത്തോടു കൂടിയാണ്, പരുഷമായിട്ടാണ് ഒരു വ്യക്തി ഇടപഴകുന്നതെങ്കിൽ അതിലൂടെ അനുകൂലമായ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും പ്രതികൂലമായ അവസ്ഥക്ക് അത് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ശൈഇൻ ഇല്ലാ സാനഹു. മൃദുലത ഏതൊരു കാര്യത്തിൽ ഉണ്ടായിത്തീർന്നാലും അതതിനെ സൗകുമാര്യമുള്ളതാക്കി മാറ്റും. വലാ യുൻസഉ മിൻ ശൈഇൻ ഇല്ലാ സാനഹു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മൃദുലത എടുത്തു മാറ്റപ്പെട്ടാൽ അത് അതിനെ വൈരൂപ്യമുള്ളതാക്കി തീർക്കും. നമ്മുടെ സ്വഭാവത്തിൽ മൃദുലമായ ഒരു സമീപനമുണ്ടെങ്കിൽ അത് സമൂഹത്തിലെ ഏത് വ്യക്തികളുമായി ഇടപഴകി ജീവിക്കുമ്പോഴാണെങ്കിലും നാം മൃദുലമായി, സൗമ്യമായി സംവദിക്കുകയും സംസാരിക്കുകയും സഹവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന് അത് മാറ്റുകൂട്ടും. എന്നാൽ ആ മൃദുലതയിൽ നിന്ന് മുക്തമായ രൂപത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നാം കാഴ്ചവെക്കുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ അത് മലിനമാക്കി തീർക്കുകയും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ അധ്യാപനം നൽകിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉത്തമമായ ഗുണം ഏറ്റവും ഉജ്ജ്വലമായ നിലക്ക് പ്രദർശിപ്പിച്ചിരുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും. പ്രവാചകൻ തന്റെ മകളോട് സൗമ്യമായി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. സ്നേഹത്തിന്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പ്രവാചകൻ വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ. പേരക്കിടാങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു താലോലിച്ചിരുന്നു, കവിളിൽ ചുംബിച്ചിരുന്നു, മടിയിൽ എടുത്തു വെച്ചിരുന്നു.
നമസ്കാരത്തിൽ പോലും അവർക്ക് ശ്രദ്ധ നൽകിയിരുന്നു. തന്റെ ചുമൽ സുജൂദിലായിരിക്കെ തന്റെ കഴുത്തിൽ വന്ന് കിടക്കുന്ന കുഞ്ഞുമക്കളെ അവരെ അലോസരപ്പെടുത്താതിരിക്കാൻ, അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ, അവരെ നൊമ്പരപ്പെടുത്താതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സുജൂദ് ദീർഘിപ്പിച്ചിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും. കുടുംബ ജീവിതത്തിലാകട്ടെ ഏറ്റവും ഉജ്ജ്വലമായ നിലക്ക് പ്രശോഭിച്ചു നിൽക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. ഏതൊരു ഭർത്താവിനെയും പ്രകോപിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സൗമ്യമായി മൃദുലമായി മാത്രമേ തന്റെ സഹധർമ്മിണിമാരോട് സംബന്ധിച്ചിട്ടുള്ളൂ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കെ കുറെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാണാൻ വേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ ഇത്തിരി ഭക്ഷണം കൊടുത്തയച്ചു. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് മറ്റൊരു ഭാര്യയായ ഉമ്മു സലമ ഭക്ഷണം കൊടുത്തയച്ചതിനെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് വേണ്ട പ്രകാരത്തിൽ തൃപ്തിയായില്ല. എന്റെ വീട്ടിലായിരിക്കെ പ്രവാചകന് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കുമല്ലോ, പിന്നെ ഇതിലാണ് മറ്റൊരാൾ കൊടുത്തയക്കുന്നത് എന്ന ഒരു വികാരം അവരുടെ മനസ്സിലുണ്ടായി. സ്വാഭാവികമായും ഒരു സ്ത്രീ എന്ന നിലക്ക് പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടായി. ആ സേവകന്റെ കയ്യിൽ നിന്ന് ആ പാത്രത്തെ അവരങ്ങ് തട്ടി. പാത്രം നിലത്ത് വീണ് 2 കഷ്ണമായി. ഭക്ഷണം പുറത്തായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നും പ്രതികരിച്ചില്ല ഭാര്യ. പക്ഷെ പ്രവാചകൻ തന്റെ സതീർത്ഥ്യരോട് സഹാബികളോട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മാതാവിന് അല്പം ഗീറത്ത് എന്ന് അറബി ഭാഷയിൽ പറയുന്നത് പരപ്രവേശ വിരോധം, താൻ തന്നെ സംരക്ഷിക്കുമെന്നുള്ള ബോധം, അതിനാണ് ഗീറത്ത് എന്ന് പറയുന്നത്. അത് ഇത്തിരി കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പൊട്ടിയ പാത്രങ്ങൾ എടുത്തുകൊണ്ട് ചേർത്തി വെച്ചു. തട്ടിത്തെറിച്ചു വീണിട്ടുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ പ്രവാചകൻ പെറുക്കിയെടുത്തുകൊണ്ട് ആഹരിക്കാൻ വേണ്ടി ആവശ്യം. നമുക്ക് സാധ്യമാകുമോ? നമ്മുടെ സഹധർമ്മിണിയിൽ നിന്ന് ഇപ്രകാരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവാചകൻ സഹവർത്തിച്ചതുപോലെ സൗമ്യമായി സഹവർത്തിക്കുവാൻ, ദേഷ്യം പിടിക്കാതിരിക്കുവാൻ, ഏതൊരു വ്യക്തി കാരണമായിട്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അവരെ ആക്ഷേപിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമാകും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നാമും തമ്മിലുള്ള വ്യതിരിക്തത. അതുകൊണ്ട് തന്നെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അഥവാ പരിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം സ്വഭാവങ്ങൾ സാംശീകരിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ ആ സ്വഭാവങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ സ്വാംശീകരിച്ചിരുന്നു. ഏതെല്ലാം മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ മേഖലകളിൽ നിന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായി വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. പ്രവാചകനെ കാണുകയും പ്രവാചകനെ കേൾക്കുകയും പ്രവാചകൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തികൾക്ക് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംശുദ്ധമായ സ്വഭാവത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസ്ഥകൾ അനുഭവിച്ചറിയാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ദീർഘകാലഘട്ടം കഴിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്ന പ്രവാചകൻ സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ദറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഖത്തു വലാ ഇംറഅതൻ വലാ ഖാദിബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിനെയും പ്രഹരിച്ചിട്ടില്ല. ഒരു ജീവിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഹരിച്ചിട്ടില്ല. തന്റെ ഭാര്യമാരെയാകട്ടെ സേവകന്മാരെയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഈ ഒരു ഉത്തമമായ സ്വഭാവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിച്ചത് കൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, 10 വർഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിട്ടുണ്ട്. ആ സേവന കാലഘട്ടത്തിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. എന്തിന് നീ ഇത് ചെയ്തു എന്ന് പ്രവാചകൻ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള മാതൃകകൾ ജ്വലിച്ചു നിൽക്കുന്നത് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോവുകയായി. യാത്രാ മധ്യേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു ആറാബി അടുത്തു വന്നു. പ്രവാചകൻ അന്ന് ദിവസം അദ്ദേഹത്തിന്റെ കഴുത്തിൽ നജ്റാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പരുക്കൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ വസ്ത്രത്തിന്റെ കര അല്പം പാരുഷ്യമുള്ളതായിരുന്നു. ഈ ആറാബി പ്രവാചകനെ തിരിച്ചറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മുണ്ടങ്ങ് മുറിച്ചു. സ്വാഭാവികമായും ആ കരയുടെ പാട് പ്രവാചകന്റെ ഭൂമേനിയിൽ അല്പം അടയാളങ്ങൾ രേഖപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കി, ആറാബിയെ കണ്ടു. ആറാബി പറഞ്ഞു, മുഹമ്മദേ, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് എനിക്ക് തരാൻ വേണ്ടി നീ കൽപ്പിച്ചാലും. ഇത് പറഞ്ഞ് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി നിന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പ്രതികൂലമായി യാതൊന്നും പ്രതികരിച്ചില്ല. അയാളുടെ ഈ ചേഷ്ടയിൽ പെരുമാറ്റത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൃപ്തി പ്രകടിപ്പിച്ചില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അയാൾക്ക് കൊടുക്കുക, അയാൾക്ക് ദാനം കൊടുക്കുക. ആ ആറാബിയെ സന്തോഷിപ്പിക്കുമാറ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ദാനം കൊടുത്തു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ്സെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള വ്യക്തികൾക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മൃദുലമായ പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. മുഹമ്മദിന്റെ കഴുത്തു വെട്ടണം, മഹാമതത്തിന്റെ മുരടറുക്കണം എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒട്ടധികം ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മൃദുലമായ, സൗമ്യമായ, വശ്യമായ പെരുമാറ്റം മാത്രമായിരുന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫന്നൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക. അല്ലാഹുവിൽ നിന്നുള്ള അനന്യമായ അനുഗ്രഹം കാരണത്താൽ, കാരുണ്യം കാരണത്താൽ അങ്ങ് അവരോട് സൗമ്യമായി, മൃദുലമായി, കാരുണ്യപൂർവ്വം പെരുമാറും. താങ്കളെങ്ങാൻ കഠിന ഹൃദയനും പരുഷപ്രകൃതനുമായിരുന്നെങ്കിൽ അവർ താങ്കൾക്ക് ചുറ്റുനിന്നും ഓടിയകലുമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ പ്രൗഢോജ്വലമായ വചനങ്ങൾ പ്രബോധിത സമൂഹത്തിന് പാരായണം ചെയ്തു കൊടുത്തപ്പോൾ പലരും അതിൽ സംശയിച്ചു. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പ്രബോധിത സമൂഹം അല്പം പോലും സംശയം രേഖപ്പെടുത്തിയില്ല. വ്യത്യസ്തമായ വിഷയങ്ങളുമായി വന്നിട്ടുള്ള, പ്രശ്നങ്ങളുമായി വന്നിട്ടുണ്ടായിരുന്ന, പ്രവാചകനെ ദ്രോഹിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന, മർദ്ദിച്ചൊതുക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹൃദ്യമായ, മധുരമായ, മനോഹരമായ പെരുമാറ്റം മാത്രമാണ് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതൊരു വ്യക്തിക്കും ദേഷ്യം വരാൻ സാധ്യതയുള്ള സന്ദർഭമാണ് തന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ പരാജയം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുക എന്നുള്ളത്. ഉഹദിന്റെ സാഹചര്യത്തിൽ അപ്രകാരമുള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫന്നൻ ഗലീദൽ ഖൽബ് എന്ന് തുടങ്ങിയിട്ടുള്ള സൂറത്തു ആലി ഇംറാൻ 159-ാമത്തെ വചനം അവതരിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സഹാബികൾ ചില വ്യക്തികൾ പ്രവർത്തിച്ചു പോയപ്പോൾ പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബികളോട് ക്രൂരമായി പെരുമാറിയില്ല.
പരുഷമായി സംസാരിച്ചില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലീനതയോടുകൂടി, സൗമ്യതയോടുകൂടി, മൃദുലമായി മാത്രം സംസാരിച്ചു, സൗമ്യമായി മാത്രം ഇടപെട്ടു. യഥാർത്ഥത്തിൽ ആ സൗമ്യശീലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിക്കാൻ സാധിച്ചത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സമ്പൂർണമായ പരിവർത്തനം നടത്തുവാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അതിന് കഴിയുന്നില്ല. വളരെ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ പോലും വളരെ പരുഷമായി പെരുമാറുകയും ക്രൂരമായി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കാണാൻ നമുക്ക് സാധിക്കും. ഗാർഹികമായ അന്തരീക്ഷത്തിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്, ജോലി സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മേഖലയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആരാധനകളിൽ നാം നിമഗ്നമാകുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം വിപുലീകരിക്കപ്പെടണം. നമസ്കാരം വർദ്ധിക്കുന്നതിനനുസരിച്ച്, വ്രതാനുഷ്ഠാനം വർദ്ധിക്കുന്നതിനനുസരിച്ച്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം വിപുലീകരിക്കപ്പെടുകയും നമ്മുടെ പ്രകൃതം മൃദുലമായി തീരുകയും നാമുമായി ബന്ധപ്പെടുന്ന, സഹകരിക്കുന്ന, സഹവസിക്കുന്ന ആളുകൾക്ക് നമ്മിൽ നിന്നുള്ള സൗമ്യശീലം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യണമെന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പകർന്നു നൽകുന്ന ഏറ്റവും ഉത്തമമായ അധ്യാപനം. ആ അധ്യാപനം ശരിയാം വിധം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഇസ്ലാമിക സമൂഹം ഏതൊരു കാലഘട്ടത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള മാർഗദർശനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ആ മാർഗദർശനത്തിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ പിന്തുടർന്നിട്ടുള്ള സഹാബികളും സഹചാരികളും ചരിത്രത്തിലെ കാലഘട്ടത്തും കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു. സമകാലിക സാഹചര്യത്തിലും ആ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക മുസ്ലിം ആക്രമിക്കപ്പെടുന്നു, അവമതിക്കപ്പെടുന്നു, അനീതിക്ക് വിധേയമാക്കപ്പെടുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള പ്രകാശ ഗോപുരങ്ങളായ മസ്ജിദുകൾ തകർക്കപ്പെടുന്നു. അങ്ങനെ തകർക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന വ്യക്തികളെ നിർദ്ധയമായി കൊന്നൊടുക്കും. ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. പക്ഷെ ഇപ്രകാരം ആവർത്തിക്കപ്പെടുമ്പോഴും വിശ്വാസികൾ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത്, നാം ഉൾക്കൊള്ളേണ്ടത്, നാം ഒരിക്കലും വൈകാരികമായ പ്രകടനത്തിലേക്ക് പോകുവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അതിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടായിത്തീരുക. വൈചാരികമായ പ്രതികരണമാണ് വേണ്ടത്. മനസാക്ഷിയുള്ള, സമാധാനം കൊതിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് മുഴുവൻ വ്യക്തികൾക്കും സമാധാനം ഉണ്ടായി തീരുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ചിഹ്നങ്ങൾ ശരിയാം വിധം നിലനിൽക്കണമെന്ന് അഭിലഷിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കുകയും ആ കൂട്ടായ്മയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുകയും ചെയ്യണം. ക്ഷമിച്ചും സഹിച്ചും
ആ പ്രതികരണങ്ങളെ രേഖപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിപരമായ ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് സമകാലിക സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതോടൊപ്പം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം. എത്രമാത്രം ശക്തന്മാരായ ക്രൂരന്മായ ഭരണാധികാരികളാണെങ്കിലും, എത്രമാത്രം അധുനാധുനമായ ആയുധം അവരുടെ കയ്യിലുണ്ടെങ്കിലും, വിശ്വാസിയുടെ പ്രാർത്ഥനയാകുന്ന ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതല്ല അത് എന്ന് നാം തിരിച്ചറിയണം. ചരിത്രം നമുക്ക് നൽകുന്ന ഉജ്ജ്വലമായ പാഠങ്ങളുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ടാകും. രാവ് കഴിഞ്ഞാൽ പകൽ വരും, കയറ്റത്തിന് ഇറക്കമുണ്ടാകും, സന്താപങ്ങൾക്ക് അറുതി ഉണ്ടാക്കും, സന്തോഷം വരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ചരിത്രം അതിന് സാക്ഷിയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർദ്ദയം മർദ്ദിച്ചിട്ടുണ്ടായിരുന്ന, പരിഹസിച്ചിട്ടുണ്ടായിരുന്ന അക്രമികൾ കൊല്ലപ്പെടുകയും പ്രവാചകൻ രക്ഷപ്പെടുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്ന ആളുകളെ സ്തംഭിപ്പിച്ചുകൊണ്ട് സുസ്മേരവദനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു വന്നുകൊണ്ട് തന്റെ പ്രബോധനത്തിന്റെ മേഖലയിൽ നിറഞ്ഞു വന്നു. ഞാനാണ് ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന, നിർദ്ദയം മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്ന ഫറോവന്മാർ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ കീഴടക്കുകയും പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമും വിശ്വാസികളും രക്ഷപ്പെടുകയും ചെയ്തു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മക്കയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, നിയോഗിക്കപ്പെട്ടപ്പോൾ, അതിൽ അരിശം പൂണ്ടിട്ടുണ്ടായിരുന്ന വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ പ്രവാചകനെ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തുകയും മർദ്ദിച്ചൊതുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മാത്സര്യം കാണിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ, ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിജയശ്രീ ലാളിതരായി മക്കയിൽ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കുകയും ലോകം അത് കണ്ടുകൊണ്ട് ആഹ്ലാദിക്കുകയും ചെയ്തു. ആ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ പതിതരായി മാറുവാൻ പാടില്ല, നിങ്ങൾ ദുഃഖിക്കുവാൻ പാടില്ല. വിശ്വാസമുണ്ടോ, നിങ്ങൾ തന്നെയാണ് അത്യുന്നതം. അത്യുന്നതമായ സോപാനത്തിലേക്ക് കടന്നു കയറിപ്പോകുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. പക്ഷേ നമ്മുടെ വിശ്വാസം ഭദ്രമാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളതും. ആ വിശ്വാസത്തിന്റെ തെളിച്ചത്തിൽ അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നാഥ, ഇസ്ലാമിന്റെയും മുസ്ലിംകളുടെയും ശത്രുക്കളെ ധന്യമാം വിധം നീ പരാജയപ്പെടുത്തണമേ. അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ. അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് നീ അറുതി വരുത്തണമേ. അല്ലാഹുവേ, അവർക്കിടയിൽ നീ അനൈക്യം പ്രദാനം ചെയ്യണമേ. വിശ്വാസികൾക്കും സമാധാനം നീ ചൊരിയണമേ, സ്ഥൈര്യം നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നിന്റെ ആരാധനാലയങ്ങൾ ശരിയാവിധം സംരക്ഷിച്ചും സൂക്ഷിച്ചും കാത്തു സൂക്ഷിച്ചും ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള അനുകൂലമായ സാഹചര്യത്തെ നീ നിലനിർത്തി തരണമേ. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നക സഅത മുസ്തഖറൻ മുഖമം. അല്ലാഹുമ്മ അജ്ർന മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.